എന്നും ഡോഗ് ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ സർക്കിള് വലുതാക്കി എടുക്കണം, അതിൻ്റെ സ്വാതന്ത്ര്യം വലുതാക്കി എടുക്കണം. അതാണ് ഡോഗിൻ്റെ എവറി ഡേ ഉള്ള ഒരു മനസ്സിലുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ. How many years old? Bro, 2 years old, bro. Behavioring problem? The bigger is harsh pulling, bro. Street dogs will be biting, going, and that problems are. ഇപ്പം നമ്മളവൻ്റെ ബിഹേവിയറിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ അഴിച്ചു വിട്ട് അപ്പന്നെ പെട്ടെന്ന് തന്നെ ഓടിപ്പോവുക എന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന്. പിന്നെ വിളിച്ചാലും വരില്ല, പിടിക്കാനും വരില്ല. ഇപ്പോൾ അവൻ്റെ ഈ ഏരിയയിലുള്ള ഡോഗ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇവൻ്റെ ബിഹേവിയറിങ് എങ്ങനെയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മുമ്പ് ഭയങ്കര ലീഷ് പുള്ളിങ്ങാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ കൂടി തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. सुपर ब्लड लाइन जर्मन शेपर्ड अच्छा से मेंटेनिंग बन रहा है. आंटी को बिहेवियरिंग एല്ലാം தெரியும். അങ്ങേ പോയിട്ടില്ല. ഇപ്പോൾ നമ്മളവൻ്റെ ലീഷ് പുള്ളിങ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗിരി നമ്മുടെ സ്റ്റുഡൻ്റാണ്. ഓഫ് ലീഷ് ട്രെയിനിങ്ങും ബിഹേവിയറിങ്ങും ഒക്കെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവനും ഒന്ന് നോക്കുന്നുണ്ട്, ഞാനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സ്മെല്ല് ചെയ്തവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരില്ലടോ. ഇപ്പോൾ ഇവൻ്റെ ഓണർക്കാണെങ്കിലും ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇവൻ ലീഷ് പുള്ളിയുമ്പോൾ പറ്റില്ലേ ഇങ്ങനെ കൊണ്ട് നടക്കാൻ. ഇപ്പോൾ തന്നെ അവൻ്റെ പുള്ളിങ് നോക്കൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഡോഗുകളെയും ഈ ഒരു 2 ഇയറാ 4 ഇയറാ 5 ഇയറാ എത്ര ഇയറുള്ള ഡോഗുകളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് അവരുടെ ബിഹേവിയറിങ് നല്ലപോലെ ചെക്ക് ചെയ്യുക, അവരായിട്ട് നല്ലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുക, ആ ട്രെയിനിങ് പ്രോസസ്സ് മുഴുവൻ അവരെ ഓണർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ട്രെയിനേഴ്സ് ട്രെയിൻ ചെയ്ത കുറച്ച് ദിവസത്തേക്ക് ശരിയായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ശരിയായില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 5 to 10 days മാക്സിമം ട്രെയിൻ ചെയ്യണത്. ആ 5 to 5 daysലാണ് ഡോഗിന് നല്ലൊരു ട്രെയിനിങ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ 5 days ഓണർക്കാണ് ട്രെയിനിങ്. എനിമൽ അഗ്രഷനും ഹ്യൂമൺ അഗ്രഷനും ഉള്ള ഡോഗ്സാണ് 10 days പറയാം. എനിമൽ അഗ്രഷൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 days കൊണ്ട് തന്നെ പലരുടെ ഗ്രാസ്പിംഗ് കപ്പബിലിറ്റി വേറെ പോലെ ആയിരിക്കും. അപ്പോൾ നല്ല ഇൻട്രസ്റ്റുള്ള ചെറുപ്പക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കും. സമയക്കുറവും ഓഫീസിലൊക്കെ പോണ ഓണേഴ്സാണെങ്കിൽ ഏജ്ഡ് ആണ് ആൾക്കാരെന്ന് വെച്ചാൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ മോശം പറയില്ല കേട്ടോ, അവരും നല്ല ലേണിംഗ് കപ്പബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ആൻറ്റി തന്നെ കണ്ടു, ഈ ആ ഓഫ് ലീഷായിട്ടാണ് ആ ജർമ്മൻ ഷെപ്പേർഡിനെ ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ബിഹേവിയറിങ്ങിനെ കുറിച്ചിട്ട്. അത് ഓരോരുത്തരുടെ ആ ഒരു ഇൻട്രസ്റ്റാണ് അവർ അങ്ങനെ നോക്കിയെടുത്ത് പോകണത്. सुपर ब्लड लाइन जर्मन शेपर्ड अच्छा से मेंटेनिंग बन रहा है. आंटी को बिहेवियरिंग എല്ലാം தெரிയും. വെൽക്കം ബാക്ക് മോണോമാർ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തമിഴ്നാട് കടലൂർ ഡിസ്ട്രിക്റ്റിലെ നെയ്വേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ നമുക്കൊരു ബിഹേവിയറിങ് ഇഷ്യൂസായിട്ടുള്ള ഒരു ലാബ്രഡോഗ് ഉണ്ട്. അവൻ്റെ ബിഹേവിയറിങ് ഇഷ്യൂസുകൾ എന്താണെന്ന് വിചാരിച്ചാൽ ഹൈപ്പർ ആക്റ്റീവാണ് ഡോഗ്. പിന്നെ ഇവന് ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസുകളുള്ള കാരണം ഇവന് ഒറ്റയ്ക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഓണർക്ക് നല്ലപോലെ എനിമൽ അഗ്രഷനും പിന്നെ നല്ലപോലെ ലീഷ് പുള്ളിങ്ങുള്ളൊരു ഡോഗാണ്. ഓക്കെ റോക്കി
Good. Good. முன்னாடி எல்லாமே டாக் இந்த மாதிரி நம்ம அழிச்சு விட்டுனா எப்படி பிஹேவியர்? ரோப் இழுத்துட்டு ரொம்ப ஆஷா ஃப்ரீயாக அழிச்சு விட்டுனா? ஃப்ரீயாக அழிச்சு விட்டோன்னா தேர் வில் பி கோ ப்ரோ. அங்கே Direct. அங்கே போயிடுவான் ப்ரோ. கம் கிக் பாய். Good. Sit. Good. Sit Bobo. Down. ഇപ്പം നമ്മൾ ഇവനെ വന്നിട്ട് ഒരു പ്രോപ്പറായിട്ട് സിറ്റ് എന്നുള്ള കമാൻഡ് മാത്രമാണ് ഇവൻ ചെയ്യാറുണ്ടായിരുന്നത്. ഗുഡ് ബോയ്. അപ്പോൾ അവനെ സ്മാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ കോളർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവനിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാണ്ട് തന്നെയുള്ള ഒരു പ്രോസസ്സിങ് വർക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും വീഡിയോകളിൽ, ഒരു 5 days 10 daysലാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവന് എനിമൽ അഗ്രഷൻ മാത്രമാണുള്ള, പിന്നെ ലീഷ് പുള്ളിങ്, എല്ലാ സ്ഥലങ്ങളും യൂറിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോവുക നമുക്കറിയാൻ പറ്റും ലാബർ ഡോഗ് ഉള്ള ആൾക്കാർക്കൊക്കെ. അപ്പോൾ റോക്കിയുടെ ബിഹേവിയറിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ പല ആൾക്കാർക്കും ഡൗട്ടുണ്ട്, ഒരു 5 to 10 daysൻ്റെ ഉള്ളിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയാണ് ഇങ്ങനെ സക്സസ്ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുക, ഇത് നമ്മൾ പോയി കഴിഞ്ഞാലും ഇത് ഡോഗ് പഴയ പോലെ ആവുമെന്നൊക്കെ. ഒരിക്കലും അങ്ങനെയില്ല. നോർമൽ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ 1 month 2 month കൊടുക്കുന്ന പോലെ തന്നെയാണ്, സെയിം തന്നെയാണ് ഈ പ്രോസസ്സ്. ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 24 hours നമ്മുടെ അടുത്താണ്, ഒബ്സർവേഷനിലാണ് ഡോഗിനെ വയ്ക്കുന്നത്. അപ്പോൾ നോർമൽ ട്രെയിനേഴ്സ് 1/2 hour 1 hour മോർണിംഗ് ഓർ ഈവനിങ് ചിലവഴിക്കുന്നതായിട്ട് കൂടുതൽ ടൈം നമ്മൾ ഇവരായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പപ്പി ട്രെയിനിങ്ങിന് ഒരിക്കലും നമ്മൾ ഈ ഒരു ടൈം പീരീഡ് പറയുന്നില്ല, അതിനെന്തായാലും ഒരു 1 month ആവശ്യമാണ്. ഡോഗ്സുകൾ 4 monthനായിട്ട് കൂടുതൽ, അതായത് ഒരു 1 yearൻ്റെ ഉള്ളിലുള്ള ഡോഗ്സുകൾ. അപ്പോൾ 1 yearനായിട്ട് കൂടുതലുള്ള ഡോഗ്സുകൾ, ബിഹേവിയറിങ് ഇഷ്യൂസുകളായിട്ടുള്ള ഡോഗ്സുകളെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഡോഗ്സുകളെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനി അഗ്രഷൻ, എനി ബിഹേവിയറിങ് ഇഷ്യൂസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. പക്ഷേ അത് ഓണറും കൂടി അത് പഠിക്കണം. അതായത് 5 ദിവസത്തിനുള്ളിൽ ഓണറെ കൂടി നമ്മളൊരു ട്രെയിനറാക്കി മാറ്റുകയാണ്. അതിൻ്റെ ബിഹേവിയറിങ് മുഴുവൻ ഒബ്സർവേഷൻ ചെയ്തിട്ട് ഡോഗ് എവിടെയൊക്കെയാണ് ഡിസ്ട്രാക്ഷനുകൾ വരിക, എവിടെയൊക്കെ നമ്മൾ അഡ്വാൻസ് കമാൻഡുകൾ പറയണം, അങ്ങനെ പൂർണ്ണമായിട്ട് അവരെ ഓണറേയും കൂടി ഒരു ട്രെയിനറാക്കി മാറ്റിയെടുക്കലാണ് നമ്മുടെ ഈ ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു 5 to 10 days കൊണ്ട് നിങ്ങളെ ഒരു ട്രെയിനറായി മാറിയിട്ടുണ്ടാവും. പിന്നീട് നിങ്ങളുടെ റിലേറ്റീവ്സുകളോ പുതിയതായിട്ട് നിങ്ങളൊരു ഡോഗുകൾ വാങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആരെയും ഒരു ട്രെയിനറുടെ ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ പെർഫെക്റ്റ് ഒരു ട്രെയിനറായിട്ട് മാറിയിട്ടുണ്ടാവും. ബിഹേവിയറിങ് ഇഷ്യൂസുകളും കൂടി നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഡോഗ്സുകളും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഡോഗ്സുകളുമോ റിലേറ്റീവ്സിൻ്റെ ഡോഗ്സുകളോ ഒക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോർമലി 6 month എത്ര ഡോഗുകൾ കിട്ടുമെന്നറിയില്ല, എത്ര ഡോഗുകളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല, അതുപോലെ ആ ടൈം പീരീഡ് ഇരിക്കും. അതായത് 6 month 1 year അങ്ങനെ അവർക്കൊരു ട്രെയിനറും ഒരു നല്ലൊരു ഡോഗ് ബിഹേവിയറിസ്റ്റായി മാറാം. ഇപ്പോൾ പല ആൾക്കാരും ട്രെയിനിങ് ഒറ്റയടിക്ക് പഠിച്ചു വന്നിട്ട് വിചാരിച്ച പോലെ ട്രെയിനിങ് നടക്കാൻ പറ്റില്ല. ഇതൊരു മെക്കാനിക്കലായിട്ടുള്ള ഒരു ഇതല്ല, ഒരു ഡ്രൈവിങ്ങോ ബാക്കിയുള്ള ഒരു ഇതുപോലെയല്ല. ഇത് ഡ്രൈവിംഗ് ആണെങ്കിൽ തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് വന്നിട്ടുള്ള ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും അവരെ ഗിയർ ഷിഫ്റ്റിങ്ങും അവരെ ക്ലച്ചും ബ്രേക്കും ഒക്കെ പോകണത്. അപ്പോൾ അതുപോലെ ഇതായി മാറണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡിൽ കൂടെ ട്രെയിൻ ചെയ്തെടുക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡേൺ ട്രെയിനിങ് മെത്തേഡാണ്. ഇവിടെ ഇത്ര സ്മാർട്ടായിട്ടാണ് ഡോഗ് നമ്മളായിട്ട് ഇടപഴകുന്നത്. ആ സ്മാർട്ട് ട്രെയിനിങ് ആണ് നമുക്ക് വേണ്ടത്. ചോക്കിട്ട് വലിക്കുക, ഡോഗിനെ ഹരാസ് ചെയ്യുക, നെഗറ്റീവ് പണിഷ്മെൻറ്റുകൾ മാത്രമാണ് നമ്മളിതിൽ കൂടെ യൂസ് ചെയ്യണത്. പോസിറ്റീവായിട്ട് എന്തെങ്കിലും നമ്മളത് ചെയ്യണമെങ്കിൽ തന്നെ അത് ഹൈഡ് ചെയ്ത് ഡോഗിന് ഒരിക്കലും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു മോഡേൺ മെത്തേഡ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഈ ഒരു ട്രെയിനിങ് മെത്തേഡിനെ കുറിച്ചിട്ടൊരു ഔട്ട്ലൈൻ. മുன்னாடிയെല്ലാം ഇവനെ എപ്പടി വെളിയെ അனுப்பி வச்சுன்னா எப்படி ஓடிடுமா? ஈட்டிங் சம்திங் ஸ்டோன்ஸ் லீஷில் பினா லீஷுமே லீஷ் இல்லாமல் வந்துட்டு எந்த மாதிரி பிஹேவ் பண்ணும்? ஹைப்பர் ஆக்டிவ் ப்ரோ. ഓടി പോയിടുവാൻ ബ്രോ. ഇപ്പോൾ നമ്മൾ അവനെ ലീഷ് ഇല്ലാണ്ടാണ് നിർത്തിയിട്ടുള്ളത്. 2 daysത്തെ ട്രാൻസ്ഫർമേഷനാണ് ഇവൻ്റെ. കം കിക്ക് ബോയ്, ഗി സിറ്റ്. മുമ്പൊന്നും ഇവൻ സിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു കമാൻഡൊന്നും അത്ര പെട്ടെന്ന് ഒബ്സർവ് ചെയ്യില്ല. കം സിറ്റ്, ഗുഡ് ബോയ്, ഡൗൺ. യെസ്. അപ്പോൾ ഡോഗ് ട്രെയിനിങ്ങിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈമിങ്, അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതി, അപ്രിഷ്യേഷൻ കൂടിയും ആ ടൈമിങ്ങിൽ തന്നെയാണ്. ടൈമിങ്ങിൽ തന്നെ ട്രീറ്റിങ്ങും വേണം. ട്രീറ്റിങ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ട്രീറ്റ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം, അപ്രിഷ്യേറ്റ് ചെയ്യണമൊക്കെ ട്രീറ്റുകൾ തന്നെയാണ്. ഡോഗിൻ്റെ മൈൻഡ് നമ്മൾ എത്രയും നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കാനും അത് അനലൈസ് ചെയ്യാനുള്ള കപ്പബിലിറ്റി നമുക്കുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് കൂടെ എത്ര അഗ്രസീവായിട്ടുള്ള ഡോഗുകൾ, എത്ര ബിഹേവിയറിങ് ഇഷ്യൂസ് ഉള്ള ഡോഗുകൾ നമുക്ക് മാറ്റിയെടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അതിനുള്ള കോൺഫിഡൻസാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. കോൺഫിഡൻസാണ് എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള കാര്യം. കോൺഫിഡൻസ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതിൽ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഡോഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമല്ല. ഹ്യൂമൻ ബീയിങ്സ് പോലെ നമുക്കൊരു ലാംഗ്വേജ് ഇല്ല അവരായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ കോൺഫിഡൻസുകളും എക്സ്പീരിയൻസുകളാണ് നമുക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടി നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്തെടുക്കുക. കം ക്വിക്ക് ബോയ്. ഓക്കെ. നാഫ് ഗുഡ്. മുന്നെല്ലാം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ലേ, പോയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പോക്കാണ്. അപ്പോൾ എപ്പടി ഇருக்கு 2 days ഇവനോട് ട്രാൻസ്ഫർമേഷൻ? എക്സലൻറ്റ്. താങ്ക് യു. കം ക്വിക്ക് ബോയ്. പിന്നെ ഈ കോളർ എന്ന് പറയുന്നുള്ള ഒരു ഡിവൈസ് നമ്മൾ ഇവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വിചാരിച്ചാൽ എപ്പോഴെങ്കിലും ഇൻ കേസ് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ഇതിൻ്റെ മാനുവലൊക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കണം. അല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇത് കയറി ഉപയോഗിക്കാൻ പാടില്ല. നല്ല ബിഹേവിയറിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ആ ഡോഗിൻ്റെ ബിഹേവിയറിങ്ങൊക്കെ മനസ്സിലാക്കി അതെങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ഫ്രീക്വൻസികൾ എങ്ങനെയൊക്കെയാണ് ഡോഗിനെ, അഗ്രസീവ് ഡോഗിനെ വല്ല സിമുലേറ്റ് ചെയ്യുക, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ വാല്യുബിളായിട്ടുള്ള ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെയാണ്. അപ്പോൾ അഗ്രസീവായിട്ടുള്ള ഡോഗുകളെ നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഒരാളെ കടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിട്ടുണ്ടാവുക, വിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്നും വിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രസീവായിട്ടുള്ള റോട്ട് വീലർ, പിറ്റ്ബുൾ, മെലിനോയ്സ് അങ്ങനെയൊക്കെയുള്ള ഏത് ബ്രീഡുകളായിക്കോട്ടെ അവർ കടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിടാനുള്ള ചാൻസസ് കുറവാണ്. ആ സമയത്ത് നാട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ കൂടെ വടിയെടുത്തിട്ട് അടിക്കേണ്ട ഒരു ഇത് വരും. അതൊക്കെ പോസിറ്റീവ് പണിഷ്മെൻറ്റാണ്. ഡോഗിൻ്റെ മൈൻഡ് വേറെ പോലെയാകും, അതിൻ്റെ ബിഹേവിയറിങ് വേറെ പോലെയാകും. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു ബൈറ്റ് ചെയ്തത് ഡോഗ്. അപ്പോൾ അതിനെയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ, അതിനെയൊക്കെ നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ ഒരു പറ്റിയൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഡിവൈസാണ് ഈ കോളർ. അപ്പോൾ ഈ കോളർ എങ്ങനെ ഇതിൻ്റെ മാനുവൽ പഠിക്കണു എന്നാണ് ഏറ്റവും വലിയ കാര്യം. എങ്ങനെ ഇതൊരിക്കലും ഡോഗ് ട്രെയിനേഴ്സ്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ഡോഗ് ട്രെയിനേഴ്സ് ഉപയോഗിക്കാം എന്ന് ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇത് ഡോഗ് ബിഹേവിയറിസ്റ്റുകൾ മാത്രം ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ്. അല്ലെങ്കിൽ തന്നെ ആ ഡോഗിന് പ്രശ്നങ്ങളുണ്ടാവാം, പല പ്രശ്നങ്ങളുണ്ടാവാം. ഇതിൻ്റെ ഏജ് ഡിപ്പെൻഡിങ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ഡോഗ്സുകളെ കുറിച്ച് അറിവുകൾ വേണ്ട ആൾക്കാരാണെങ്കിൽ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പം നമ്മൾ റോക്കീനെ കൊണ്ടിട്ട് ഇനഫ് ഇങ്ങനെ സൈഡിലോട്ട് മണപ്പിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇനഫ് എന്നുള്ള കമാൻഡാണ് പറയേണ്ടത്. ഡോഗിന് നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ നടക്കാൻ. നീ ഒന്ന് ഫ്രണ്ടിലോട്ട് പോകും, നിങ്ങൾ കൊഞ്ചം ഫ്രണ്ടിലോട്ട് പോയിട്ട്. ഇപ്പോൾ നമ്മൾ റോക്കിയുടെ ഓഫ് ലീഷ് ട്രെയിനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ലാബർ ഡോഗുകളുടെ ഓണേഴ്സിന് അറിയാൻ പറ്റുമായിരിക്കും സൈഡുകളിൽ മണപ്പിച്ച് നിൽക്കുക, വല്ല സ്മെല്ല് കിട്ടണമെങ്കിൽ, വേറെയുള്ള ഡോഗ്സുകളുടെ യൂറിൻ്റെ സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോരാണ്ടിരിക്കുക. വേറെയുള്ള എനിമൽസിനെ കണ്ടാലും അഗ്രസീവ് അല്ലെങ്കിലും അവർ കളിക്കാൻ പോവുക, പക്ഷേ ഇവന് ഇത്തിരി അഗ്രസീവാണ്. ഇപ്പോൾ 2 daysக்குள்ள എപ്പടി നിനക്ക് நினச்சிருக்க நீ இந்த மாதிரி நடக்க முடியும்? நோ ப்ரோ, லீஷ் வச்சு தான் போகணும்னு நினச்சிட்டு இருந்தேன் ப்ரோ. இப்போ நார்மலாக இருக்கான் ப்ரோ. ഇപ്പോൾ ഇതിൽ വേണ്ട കമാൻഡുകൾ ഒരു വണ്ടി ഓടിക്കുന്ന പോലെയാണ് ഇതിൻ്റെ കമാൻഡുകൾ വരുന്നത്. ഒരു ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ പോലെ, ഇനഫ്, ക്യുക്ക്, പുഷ് എല്ലാം നല്ല പഞ്ചുള്ള വേർഡ്സ്. ഓക്കെ, അപ്പോൾ അത് യൂസ് பண்ணிகிட்டே இருக்கணும். ഇപ്പോൾ നോർമലായിട്ട് നടക്കുമ്പോൾ അത് ഫസ്റ്റ് സോഷ്യലൈസേഷൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒപ്പം എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട്, ഗിരിയുണ്ട്. അപ്പോൾ ഗിരിക്കും കൂടിയും ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ ഓൾറെഡി ഒരു ട്രെയിനർ തന്നെയാണ്. ഓഫ് ലീഷ് ട്രെയിനിങ് ആൻഡ് ബിഹേവിയറിങ് ഇഷ്യൂസുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഗിരി, നിനക്ക് തെരയുത എന്നോട് തമിഴ് അല്ല മലയാളം? പുരിയത്. ഗുഡ് ബോയ്. അപ്പോൾ നമ്മൾ ഓണർ അടുത്തേക്ക് തന്നെ അവനെ വിളിപ്പിച്ച് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഗുഡ് ബോയ്. ഈ 3 കമാൻഡുകൾ നഫ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ പോലെ ഈ ഒരു 3 കമാൻഡുകൾ നമ്മൾ ഗിരി പിന്നാടിയെ വന്നിട്ട് എടുത്തോ, നോ പ്രോബ്ലം. അതിൽ ഇരുന്ന ഒരു ഡോഗ് വരുന്നത്, ആ ഡോഗ് കൂടി എടുക്കും. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ആ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഡോഗ്സ്. അപ്പോൾ നമ്മുടെ ഇമോഷൻ നമ്മൾ നല്ല രീതിയിൽ വയ്ക്കണം. ഇമോഷൻ നമ്മൾ ഹൈപ്പർ ആവരുത്. ഇവൻ പിന്നെ പശുക്കളെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഹൈപ്പറായിട്ട് പോവായിരുന്നു അനിമൽസിന്. ഇപ്പം എല്ലാമേ മെതുവായിരിക്കുക. ഇങ്ങനൊരു ഡോഗ് പ്രവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവ നിൽക്കില്ല. നമ്മൾ ഇനാഫ് ക്യൂക്ക് നമ്മൾ ഇപ്പോൾ ഈ ചെക്കൻ തന്നെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവനായിട്ട് നല്ലൊരു ബോണ്ടിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്നൊക്കെ ഡോഗ്സ് പ്രവോക്ക് ചെയ്യുന്ന സമയത്ത് അവൻ ആ ഡോഗുകൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു അഡ്വാൻസ് ആയിട്ട് തിരിഞ്ഞു നോക്കുകയാണ്, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് ഇവരെ നടത്താൻ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇവനെ ഫ്രീ കമാൻഡ് നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ ഇനഫ് ക്യൂക്ക് പുഷ് ഇതാണ് നമ്മൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ പോലെ നമ്മുടെ ഓഫ് ലീഷിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്രീ കമാൻഡും കൂടി പഠിപ്പിക്കണം. ഫ്രീ കമാൻഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഇവർ ആ പിടിച്ച് വയ്ക്കുന്ന ആ ടെമ്പർമെൻറ്റ് റിലീസ് ചെയ്യുക, അതായത് യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതായിരിക്കും അതിനുള്ള ഇൻഡിക്കേഷൻ. അപ്പോൾ ഈ സമയത്ത് അവർക്ക് യൂറിനൊക്കെ പാസ് ചെയ്യാം, ഇവരെ ടെമ്പർമെൻറ്റൊക്കെ റിലീസ് ചെയ്യാം, മെൻ്റലിയൊക്കെ ഒരു ഇത്തിരി ഫ്രീ ആവും. ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒരു ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകരുത്. ഫ്രീ ആക്കി വിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് റിട്ടേൺ നമ്മുടെ അടുത്തോട്ട് നല്ല പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്യൂക്ക്, ഇനാഫ്, ക്യൂക്ക്, പുഷ് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ കമാൻഡുകളൊക്കെ നമ്മൾ ഇതാക്കി നോക്കണം. എല്ലാം ഒരു കോൺഫിഡൻസ് ലെവലിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ഫെറമോണുകൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് ഡോഗ് ഒബ്സർവ് ചെയ്തിട്ട് ഈ കമാൻഡുകളെ ഫോളോ അപ്പ് ചെയ്യുക. ഇനാഫ് ക്യൂക്ക് ബോയ് കം. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഒരു വട്ടം ഗിരീനിയും പോയിട്ട് അത് വിഷ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ ഒരാളെടുത്തെടുക്കും. കം ഗുഡ് ബോയ്. വെരി ലോയലായിട്ടുള്ള, നല്ല പ്രൊട്ടക്റ്റീവായിട്ടുള്ള, നല്ലൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡോഗാണ്. അപ്പോൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡോഗ്സുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടുണ്ടാക്കുക. അവരെടുത്ത് നമ്മുടെ വേറെയുള്ള പരിപാടികളൊന്നും നടക്കില്ല. ട്രീറ്റ് ഉണ്ടെങ്കിൽ മാത്രം സിറ്റ് ഡൗൺ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ ട്രീറ്റ് കയ്യിലില്ലെങ്കിൽ തന്നെ അത് ഉള്ളിൽ വെച്ച് പോയാൽ വരെ പോക്കറ്റിലിട്ടാൽ വരെ അവർക്ക് ആ സ്മെല്ലിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഡോഗ്സുകൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയുന്ന പൊടിവിദ്യകളും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറച്ച് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ലൈൻസ് ഓട്ടോമാറ്റിക്കലി അഡ്വാൻസ്ഡ് ആവും. അഡ്വാൻസ്ഡ് ആവും. അപ്പോൾ പിന്നെ നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവും. നമ്മളെ ഒരു കപ്പബിലിറ്റിക്ക് അനുസരിച്ച് ഇവർ നിൽക്കാണ്ടാവും. ഇവർ നമ്മളെ എന്നും ഡോഗ് ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ സർക്കിള് വലുതാക്കി എടുക്കണം, അതിൻ്റെ സ്വാതന്ത്ര്യം വലുതാക്കി എടുക്കണം. അതാണ് ഡോഗിൻ്റെ എവറി ഡേ ഉള്ള ഒരു മനസ്സിലുള്ള ചിന്തകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ട്രെയിനിങ് അവർക്ക് കൊടുത്താലും തിരിച്ച് റിട്ടേൺ പോയിടും. ക്യുക്ക് ബോയ്, ഗുഡ് ബോയ്. എത്രയൊക്കെ നമ്മൾ ഗുഡ് ബോയ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വണ്ടികളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇവരെ ഹോൾഡ് ചെയ്യാൻ ഇടയ്ക്കുള്ള കമാൻഡുകൾ നമ്മൾ പഠിപ്പിച്ച് വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അവിടെ ഗിരി അപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവനെ നോക്കിയിട്ടാണ് ഡോഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു അൺനോൺ പേഴ്സണാണ്. ക്യുക്ക് വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര അധികം പ്രശ്നമില്ല. ക്യുക്ക് ബോയ്, ഗുഡ്. ഗോ ഫ്രീ. ഇപ്പോൾ നമ്മൾ ആ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇവന് വലിയ പരിചയമില്ല ഇങ്ങനെ വണ്ടികളുടെ സൗണ്ടുകൾ പെട്ടെന്ന് തന്നെ പേടിക്കുക. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ഈ റോഡ് സെജാറ് ഫസ്റ്റ് ടൈം. ഇപ്പോൾ അവൻ്റെ ആ ഒരു ടെമ്പർമെൻറ്റ് റിലീസ് ചെയ്യാനുള്ള ടൈം നമ്മൾ അവന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡോഗിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവരായിട്ട് വരണം. അതിനാണ് ഞാൻ പറയുന്നത്, ആ ഒരു ഡോഗിൻ്റെ ബിഹേവിയറിങ് പൂർണ്ണമായിട്ട് പഠിച്ച് അത് ഓണർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ അത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കുക. ഓരോ ഡോഗുകളും വ്യത്യാസമായിരിക്കും. ലാബർ ഡോഗിൽ തന്നെ പല ബ്ലഡ് ലൈനുകൾ പല സ്വഭാവമായിരിക്കും. അവരെ ഫേസ്, അവരെ അനാട്ടമി വ്യത്യാസമുള്ള പോലെ തന്നെ ബിഹേവിയറിങ്ങിലും ഭയങ്കരധികം വ്യത്യാസമൊക്കെ ഉണ്ടാവും.
പർട്ടിക്കുലർ സ്പെഷ്യലായിട്ടുള്ള സ്വഭാവ വ്യത്യാസങ്ങളുള്ള ഡോഗ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിപ്പിച്ച് അവർക്ക് കൊടുക്കണം. ചേട്ടൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു, അല്ലെങ്കിൽ നീ ഒന്ന് കൊടുത്തായിരുന്നു നമ്പർ. നമ്പർ അടിച്ചു വിട്ടേക്ക് 9361 உங்களுக்கு பார்த்துக்கோங்க. ஓகே ഒരു കോൾ കിട്ടാം, മൊബൈൽ എടുക്കാം. ഒന്നുമില്ല റിംഗ് പോകുന്നു. ആൾ നമ്മൾ ഓഫ് ലീഷിൽ ട്രെയിൻ ചെയ്ത് പോകുന്നത് കണ്ടിട്ട് ഒരു എൻക്വയറി വന്നതാണ്. ഹിന്ദിയാ തമിഴാ? ഹിന്ദി തമിഴ് എല്ലാം പറയും, മലയാളം പറയും. ആണോ? അല്ല ഒറിജിനൽ ലാംഗ്വേജ് മലയാളം, കേരള, തൃശ്ശൂർ. ഞാൻ മലയാളം കേട്ടേ. എനിക്ക് മനസ്സിലായി സംസാരം കേട്ടുള്ള. നമ്മൾ ഓൾ ഓവർ നടന്നിട്ട് ഇന്ത്യ നടന്നിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്യും. പ്രത്യേക ഒരു സ്ഥലമില്ലേ, നമ്മൾ നോർത്തിലാണ് കൂടുതലുണ്ടാവുക. ഇപ്പം കുറച്ചിങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് വന്നതാണ്. നാഫ് നോ പ്രോബ്ലം. ഓക്കെ. ഇപ്പോൾ പല നാഫ് പല ചെക്കന്മാരും ചോദിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്, നാഫ് ബോയ് ക്യുക്ക്. പല ആൾക്കാരും നമ്മുടെ അടുത്ത് വന്നിട്ട് നാഫ് ക്യുക്ക് സർട്ടിഫിക്കറ്റാണ് ചോദിക്കുക. നാഫ് കൊഞ്ചം കോൺഫിഡൻസിൽ വന്നിട്ട് ക്യുക്ക്. ഇപ്പം എല്ലാവരും ചോദിക്കുക സർട്ടിഫിക്കറ്റ് നാഫ് ഗുഡ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അതെല്ലാം വിഷയം. നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഓഫ് ലീഷൊക്കെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, ഞാൻ തന്നെ ഒരു പരസ്യം പോലും ചെയ്യാണ്ട് തന്നെ ഇത്രയധികം ട്രെയിനിങ്ങുകൾ എങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു ബ്രൗഷറോ ഒരു സംഭവം വരെ നമ്മൾ ഇടാറില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് ഡോഗിനെ വെച്ച് നമ്മളിങ്ങനെ ഓഫ് ലീഷിലൊക്കെ നടന്നുകൊണ്ടിരുന്ന ഇത് തന്നെയാണ് പബ്ലിസിറ്റി. ഇത് കണ്ടിട്ട് തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. എനിക്കങ്ങനെയുള്ളതാണ് കേരളം വിട്ടിട്ടാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. മുംബൈയിലോ ഡൽഹിയിലോ പഞ്ചാബിലോ എവിടെയൊക്കെ നമ്മൾ പോയിട്ട് ട്രെയിൻ ചെയ്യുമ്പോഴും ആ വാക്കിങ്ങിൽ അതിനെ കൊണ്ടിട്ട് അതിൻ്റെ ഓണേഴ്സിൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ വന്നിട്ട് ചോദിക്കും, ഇതെവിടെയാണ് ചെയ്യുക, ഇതെങ്ങനെയാണ് ഇത് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ഇത് വരും. അപ്പോൾ ട്രെയിനിങ് ഒരു പാഷനായിട്ട് പഠിക്കാൻ വരുന്ന ചെക്കന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വിചാരിച്ചാൽ, ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് ഇതൊരു സ്ഥാപനമാക്കിയിട്ട് തുടങ്ങി അങ്ങനെയല്ല ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഓരോ ക്ലയൻറ്റുകളും നല്ല രീതിയിൽ സന്തോഷിച്ച് അവർ തന്നെ നമുക്ക് കുറേ എൻക്വയറീസുകൾ കൊണ്ടുതരും. ഇതൊരു നോർമലായിട്ടുള്ളൊരു പരിപാടിയാണ്. കുറേ ആൾക്കാർ ട്രെയിനിങ് പഠിച്ചിട്ട് നാട്ടിൽ വലിയ ഇതില്ലാണ്ട് പുറത്ത് പോയി ഇനി രണ്ടാമത് വന്നിട്ട് ഓഫ് ലീഷ് ട്രെയിനിങ് പഠിച്ചിട്ട് ഞങ്ങൾ ട്രെയിനറാവട്ടെ. പല ആൾക്കാരുടെ അടുത്ത് പഠിച്ചിട്ടുള്ള ചെക്കന്മാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഞാനത് കൊണ്ട് പറയുന്നത്, നിങ്ങൾ അങ്ങനൊരു ഇതായിട്ടല്ല ഇതിനെ കാണേണ്ടത്. നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളുടെ നല്ല പോലെ നിങ്ങൾ സ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ എല്ലാ ഡെഡിക്കേഷനും എടുത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്യും. പണം മാത്രം നോക്കാണ്ടിരിക്കും. അപ്പോൾ പല ആൾക്കാരും അതിനെ പല രീതിയിൽ നെഗറ്റീവ് കമൻറ്റൊക്കെ പറയും. അത് നിങ്ങളുടെ എക്സ്പീരിയൻസാണ്, നിങ്ങളുടെ കോൺഫിഡൻസാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലത്തും പോയിട്ട് ചെയ്യാൻ പറ്റും ട്രെയിനിങ്. അതിനുള്ള കോൺഫിഡൻസൊക്കെ വരും. അതൊക്കെ എക്സ്പീരിയൻസിൽ കൂടെ വരുന്നതാണ്. അതൊരിക്കലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു കോഴ്സ് ചെയ്ത ഒരു 2 മാസം കൊണ്ടോ 1 മാസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ അതൊരിക്കലും കിട്ടില്ല. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ഈ ഫ്രണ്ടിൽ പോയ ഡിഗ്രി നിന്നോട് കാലിൻ്റെ മൂവ്മെൻറ്റിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെരുപ്പ് ടക്ക് ടക്ക് അടിച്ച ഡോഗ് പോയിക്കൊണ്ടേയിരിക്കും.